ഇന്ന് നമ്മൾ തയ്യാറാക്കണത് പഴവും പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ചേരുവകളൊക്കെ വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ ജ്യൂസിയുമാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റവയാണ്. ഞാൻ എന്താ ഇവിടെ 1/4 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ റവയൊക്കെ പൊടിച്ചെടുത്തില്ലേ, അതേ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണത് വലിയൊരു നേന്ത്രപ്പഴം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഇതിന് പകരം റോബസ്റ്റ പഴം എടുത്താലും കുഴപ്പമില്ല. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ റവയൊക്കെ പൊടിച്ചെടുത്ത് വെച്ചില്ലേ, അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ള സ്വീറ്റാണ്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. നമ്മളിത് ആദ്യം ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കട്ട പിടിക്കണ പോലെ തോന്നും. അത് സാരമില്ല, നമ്മളിതിങ്ങനെ നന്നായിട്ട് മിക്സാക്കി വരുംതോറും ആ കട്ടയൊക്കെ മാറിക്കോളും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സാക്കി എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി വരുമ്പോൾ അത് നന്നായിട്ട് കിട്ടില്ല. ഞാനിതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഈ മാവ് ഇരിക്കണത്. നമ്മളിതിൽ റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് തിക്കായിട്ട് വരും. നിങ്ങൾ ഈ മാവ് ഇങ്ങനെ മിക്സാക്കി വരുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1/2 മണിക്കൂർ നേരം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇത് നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയില്ലേ, അതൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ, ഇതിപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മൾ ആ റവയൊക്കെ ചേർത്തതുകൊണ്ട് കണ്ടോ, ഇതായിപ്പോൾ നമ്മുടെ മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത്, കുറച്ചും കൂടെ ലൂസായിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ മാവ് കോരി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതാ ഈ ഒരു പാകത്തിലാണ് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പാലൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു പാകത്തിൽ പാല് ചേർക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു തവി വെച്ചിട്ട് ഇതാ ഇങ്ങനെ മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതായിപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതായത് ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ഒരു സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പൊക്കോളും. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്കിനും നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിനും നല്ല ചൂടുണ്ടാവണം. അപ്പോൾ മാത്രമാണിത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ ഷുഗർ സിറപ്പിൽ ഒത്തിരി നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റൊക്കെ തന്നെ മതിയാകും. അപ്പോഴേക്കും ഇത് ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും.
നമ്മളിതാ ഇങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് വരണ സമയം മാത്രം ഇത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മതിയാകും. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, അതുപോലെ നല്ല ജ്യൂസിയുമാണ്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്